നമസ്കാരം. അധ്യാപകർ കുട്ടികളെ അടിക്കുന്നതും മറ്റ് ശിക്ഷാരീതികളുമൊക്കെ പണ്ട് മുതലേയുണ്ട്. പക്ഷേ ഇന്ന് കുട്ടികളെ അടിക്കുകയോ അല്ലെങ്കിൽ അവരെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് കുറ്റമാണ്. ചെറിയ പിഴവുകൾക്ക് പോലും വലിയ ശിക്ഷ നൽകുന്നു എന്നാരോപിച്ച് സ്കൂൾ അധികൃതർക്ക് നേരെ വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധമുണ്ടായി. മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള സരോജിനി നായിഡു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് പ്രതിഷേധിച്ചത്. സ്കൂളിലെ ജനാലകളും ഫാനുകളും ചില്ലുകളുമൊക്കെ വിദ്യാർത്ഥിനികൾ തകർത്തു. മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തുന്നതടക്കമുള്ള കടുത്ത ശിക്ഷകളാണ് നൽകുന്നത് എന്നാണ് വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്നത്. ക്ലാസ് മുറികളും സ്കൂൾ പരിസരവും നിർബന്ധിച്ച് വൃത്തിയാക്കിക്കുന്നതായും ആരോപണമുണ്ട്. ദൂരെ നിന്നും എത്തുന്നവരാണ് എന്ന പരിഗണന പോലും നൽകാതെ താമസിച്ച് എത്തിയാൽ ഗേറ്റിന് പുറത്ത് നിർത്തുകയാണ് പതിവ്. വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ മാത്രം ഒരു വിരമിച്ച പട്ടാളക്കാരനെ സ്കൂളിൽ നിയമിച്ചതായും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി നാട്ടുകാരും രക്ഷിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ പോലീസ് എത്തിയാണ് സംഘർഷ സാധ്യതയിൽ അയവ് വരുത്തിയത്. സ്കൂളിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥയായ വർഷ എന്ന സ്ത്രീയെ വിദ്യാഭ്യാസ വകുപ്പ് മാറ്റിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥയോട് അനിശ്ചിതകാല അവധിയിൽ പോകാനും നിർദ്ദേശം നൽകി. സംസ്ഥാന വ്യാപകമായി ഇതിൽ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്.